പോലീസുകാരുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കണമെന്ന സർക്കുലർ ഇറക്കി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ. പോലീസുകാർ അഡ്മിന്മാരായ വാട്സാപ്പ്, ടെലിഗ്രാം അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തേടിയാണ് സർക്കുലർ. ഇത്തരം അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഡിക്ലറേഷൻ നൽകണമെന്നാണ് നിർദ്ദേശം. സർക്കുലറിനെതിരെ സേനയിലെ ഒരു വിഭാഗത്തിൽ അതൃപ്തി പുകയുകയാണ്. ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി. ദിലീപ്, എന്താണ് ഈ സർക്കുലർ? സ്മൃതി, ഈ സർക്കുലർ എന്തിനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലീസുകാർക്ക് പോലും ഒരു വ്യക്തതയില്ല. ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണറാണ് വിവിധ ഗ്രൂപ്പുകളിലേക്ക് ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ ഇറക്കിയത്. അതായത് വാട്സപ്പ്, ടെലിഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഗ്രൂപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അഡ്മിന്മാരായുള്ള പോലീസുകാരുടെ വിവരങ്ങൾ വേണമെന്നുള്ള കാര്യങ്ങളാണ് ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് വലിയ ഒരു വിഭാഗം ആളുകൾ സേനയിൽ നിന്ന് തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഫാമിലി ഗ്രൂപ്പുകളുണ്ട്, കോളേജ് ഗ്രൂപ്പുകളുണ്ട്, മറ്റ് പല ഗ്രൂപ്പുകളെല്ലാം തന്നെയുണ്ട്. അതിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ആളുകൾ, കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഡിക്ലറേഷൻ നൽകണമെന്ന് ഈ സർക്കുലറിൽ പറയുന്നു. അതെന്തിന് ആണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. നേരത്തെ തന്നെ DGPയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ഇത്തരം സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമായി കൈകാര്യം ചെയ്യുന്ന, അതായത് ഗ്രൂപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിലുണ്ടെങ്കിൽ അറിയിക്കണമെന്നുള്ള നിർദ്ദേശം മുമ്പ് DGP ഇറക്കിയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അതിനെ കേന്ദ്രീകരിച്ച് ഈ കഴിഞ്ഞ ദിവസമാണ് സിറ്റി പോലീസ് കമ്മീഷണറായ കിരൺ നാരായണൻ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോലീസുകാരുടെ സ്വകാര്യ വിവരങ്ങൾ അന്വേഷിക്കുന്ന തരത്തിലുള്ള ഒരു സർക്കുലർ ഇറക്കി. പക്ഷേ ഇത് പോലീസുകാർക്ക് പോലും ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പോലീസിന്റെ ഒരു വിഭാഗം ആളുകൾ ഇതിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്മൃതി, ശരി, ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.